എം ജി പ്രതീഷ് ചേരുന്നു. പ്രതീഷ്, ജില്ലാ ജഡ്ജ് തലത്തിലിരിക്കുന്ന ഒരു സ്പെഷ്യൽ കമ്മീഷണർ, അദ്ദേഹം പറഞ്ഞിട്ടുള്ള പൊരുത്തക്കേടുകൾ റിപ്പോർട്ട്, ഇതിനൊക്കെയാണ് ഇപ്പോൾ മുൻ ദേവസ്വം നേതൃത്വ സ്ഥാനത്തിരിക്കുന്ന ആൾ വിരൽ ചൂണ്ടുന്നത്. അതിൽ ബോർഡിന് ഇനി ഒരു രൂപ പോലും കൊടുക്കാനില്ലെന്ന് PS പ്രശാന്ത് ആണയിട്ട് പറയുകയാണല്ലേ. പക്ഷേ വ്യക്തത മറനീക്കുന്നില്ലല്ലോ. റോഷ്നി, അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട ഉയർന്നു വന്ന ക്രമക്കേടുകളിൽ സർക്കാർ കൈകഴുകുകയാണ്. ഇതിനെല്ലാം ഉത്തരം ദേവസ്വം ബോർഡ് നൽകും, മറുപടി ദേവസ്വം ബോർഡ് നൽകുമെന്നുള്ള പ്രതികരണം മാത്രമാണ് ദേവസ്വം മന്ത്രി നടത്തുന്നത്. ഇതിൽ ഉത്തരവാദിത്തം ഉള്ളത് കഴിഞ്ഞ ഭരണസമിതിക്കാണ്. ഈ PS പ്രശാന്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കെയാണ് ആഗോള അയ്യപ്പ സംഘവും നടത്തിയത്. ഇതിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ വാദത്തിലേക്ക് വന്നാൽ PS പ്രശാന്ത് പറയുന്നത് ഇതിൽ ഒരു തരത്തിലും ക്രമക്കേടുകൾ നടന്നിട്ടില്ല, ദേവസ്വം ബോർഡിന് നഷ്ടമുണ്ടായിട്ടില്ല എന്നുള്ള വിശദീകരണമാണ് PS പ്രശാന്ത് നടത്തുന്നത്. ആഗോള അയ്യപ്പ സംഗമം നടത്തിപ്പിന്റെ ഭാഗമായി 5 കോടി രൂപ ദേവസ്വം കമ്മീഷണറുടെ അക്കൗണ്ടിലേക്ക് മാറ്റിയിരുന്നു. ഇതിൽ 3 കോടി രൂപ അഡ്വാൻസായി എടുക്കുകയും ആ 3 കോടി രൂപ കരാർ എടുത്തിരുന്ന IIIC കമ്പനിക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. ആ 3 കോടി രൂപയാണ് ഈ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട ഇതുവരെ ചെലവാക്കിയിട്ടുള്ളത്. ഒപ്പം ഈ സ്പോൺസർഷിപ്പിലൂടെ 3 കോടി രൂപ ദേവസ്വം ബോർഡിന് ലഭിച്ചപ്പോൾ സർക്കാരിൽ ദേവസ്വം ബോർഡിൽ നിന്നെടുത്ത 3 കോടി രൂപ തിരിച്ചടയ്ക്കുകയും ചെയ്തിട്ടുണ്ട് എന്നതാണ് മുൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നത്. ഇക്കാര്യത്തിൽ ഇപ്പോൾ പുറത്തു വരുന്ന കാര്യങ്ങളൊക്കെ തന്നെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. അത്തരത്തിൽ ഈ ആരോപണങ്ങൾക്കൊന്നും തന്നെ അടിസ്ഥാനമില്ല എന്നുള്ള വിശദീകരണമാണ് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് നടത്തുന്നത്. ഒപ്പം എന്ത് അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നത് എന്നതുകൂടി തിരുവിതാംകൂർ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ചോദിക്കുന്നുണ്ട്. അതായത് ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടുകൾ പൊരുത്തക്കേടുകളുണ്ട്, അപാകതകളുണ്ട് എന്നുള്ള റിപ്പോർട്ട് കൂടി PS പ്രശാന്ത് തള്ളുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. പക്ഷേ അപ്പോഴും ഉയർന്നു വരുന്ന മറ്റൊരു ചോദ്യം, എന്തുകൊണ്ട് ടെൻഡർ പോലും വിളിക്കാതെ ഊരാളുകളുടെ സഹോദര സ്ഥാപനമായ IIICക്ക് ആഗോള അയ്യപ്പ സംഗമം നടത്താൻ കരാർ കൊടുത്തു? അത് നിലവിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K ജയകുമാർ കൂടി അത്തരത്തിൽ പറയുന്നുണ്ട്. കാരണം ടെൻഡർ നടപടികൾ ഇല്ലാതെ ഇത്തരത്തിൽ വലിയ ഒരു പരിപാടി കൊടുക്കുന്നത് മര്യാദകേടാണ് എന്നതാണ് K ജയകുമാർ പറഞ്ഞത്. അങ്ങനെയെങ്കിൽ അത്തരത്തിലുള്ള വീഴ്ചകൾ സംഭവിച്ചു എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഒപ്പം ഈ നടത്തിപ്പിലടക്കം കണക്കുകൾ, ഒപ്പം ഈ രേഖകൾ ഹാജരാക്കുന്നതിൽ, ബില്ലുകൾ ഹാജരാക്കുന്നതിലടക്കം വീഴ്ചകൾ സംഭവിച്ചു എന്നുള്ള സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ട് കൂടി ഇപ്പോൾ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഇതിന്റെ തുടർ നടപടികൾ എന്താകുമെന്നതാണ് ഏറെ നിർണായകമായ കാര്യം. ഇതിൽ ഹൈക്കോടതി സ്വീകരിക്കുന്ന നിലപാട്, ഒപ്പം നിലവിലെ ദേവസ്വം ബോർഡ് സ്വീകരിക്കുന്ന നിലപാടായിരിക്കും ഇതിൽ ഇനി ഏറെ നിർണായകമാവുക. MG പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത്.